എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിനോടനുബന്ധിച്ച് ഒരു പ്രത്യേകതരം വെള്ളരിക്കാപട്ടണമാണ് നമ്മുടെ രാജ്യത്തിപ്പോൾ നടക്കുന്നത്. അതായത് പണ്ടുകാലത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഒന്നും വിലയില്ലാന്ന് നമ്മൾ വിലവെച്ചുകൊണ്ടിരുന്ന അടിയന്തരാവസ്ഥയൊക്കെ കടത്തിവെട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലം കിട്ടുകൊണ്ട് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മളെല്ലാവരും ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തോണം, പക്ഷേ അതിനെപ്പറ്റി ഒന്നും മിണ്ടരുത്, ഇതിൻ്റെ കണക്ക് ചോദിക്കരുത്, പറയരുത്, കേൾക്കരുത്. അങ്ങനെയാണ് പുതിയ തിട്ടൂരം. അതായത് മറ്റേ പത്രങ്ങളാണേലും ചാനലുകളാണേലും വ്യക്തികളാണേലും ഇവരാരും ഈ ദുരിതാശ്വാസ നിധിയുടെ വരവ് പോക്കിനെക്കുറിച്ചുള്ള കണക്കോ അല്ലെങ്കിൽ അത് വിനിയോഗിച്ച രീതിയോ ഒന്നും നമുക്ക് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ പോലീസ് കേസും മറ്റേ സൈബർ കടന്നലുകളുടെ ആക്രമണവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെപ്പറ്റി ഒരു കാർട്ടൂണാണ് നമ്മളിന്ന് വരയ്ക്കുന്നത്. അതായത് മറ്റേ ദുരിതാശ്വാസം എന്നുള്ളത് മിണ്ടിപ്പോകരുത്, പക്ഷേ അതിന് വേണ്ട പൈസയെല്ലാം നമ്മൾ കൊടുത്തോണം. അവർ ചോദിക്കുന്ന പൈസ നമ്മൾ കൊടുത്തോണം. അതാണ് ഇപ്പോഴത്തെ പുതിയ തിട്ടൂരം. അപ്പോൾ ഈ ഒരു പ്രത്യേക വെള്ളരിക്കാപട്ടണത്തിലെ ഈ ഒരു അവസ്ഥയെ പറ്റിയാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇതിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ ദുരിതാശ്വാസ പരിപാടികൾ തുടങ്ങിയ പിന്നെ നമ്മുടെ കേരളം എന്ന് പറയുന്ന വെള്ളരിക്കാപട്ടണത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. അതായത് ആർക്കും മിണ്ടാൻ അവകാശമില്ല, ആരും വാ വിളിക്കരുത്. ദുരിതാശ്വാസത്തിലേക്ക് നിധി ഈ സംഭാവനയൊക്കെ കൊടുത്തോണം, പക്ഷെ ആരും വാ തുറന്നൊന്നും ചോദിക്കുകയോ മിണ്ടുകയോ സംശയം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അവരെ കുറേക്കെതിരെ കേസെടുക്കും, മറ്റേ കമ്മികളുടെ സൈബർ അറ്റാക്ക് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പാവം ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞ ഒരു പാവത്തിൻ്റെ നാക്ക് പിഴുതെടുക്കുന്ന ഒരു സംഭവമാണിത്. ഇത് എല്ലാവരും പൈസ കൊടുത്തോണം, പക്ഷെ ആരും ഇതിനെതിരെ ഒന്നും ശബ്ദിക്കാൻ പാടില്ല. ആണ് ഈ വെള്ളരിക്കാപട്ടണത്തിലെ ഒരു പ്രത്യേകത. ഇതാരെന്നറിയാം, ഇത് നമ്മുടെ പഴയ അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥ ഇപ്പോഴത്തെ പുതിയ അടിയന്തരാവസ്ഥയുടെ വേഷപ്പകർച്ച കണ്ട് പേടിച്ച് അന്തം വിട്ട് നിൽക്കുകയാണ്. അടിയന്തരാവസ്ഥയെ എപ്പോഴും മറ്റേ കുറ്റം പറയുന്ന ടീമുകളാണിത്. ഇവരിപ്പം അടിയന്തരാവസ്ഥ വേറൊരു രീതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരാവസ്ഥ ഇങ്ങനെ പേടിച്ച് ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. അടിയന്തരാവസ്ഥക്കായാലും ക്രൂരതയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും വാ വിളിക്കാൻ പോലുമുള്ള അവസരമില്ല.
അടിയന്തരാവസ്ഥ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ഈ കമ്മിക്കൂട്ടങ്ങൾ ഇതിൻ്റെ കണക്ക് ചോദിച്ചവരെയും അതിനെക്കുറിച്ച് സംശയം ചോദിച്ചവരുടെയൊക്കെ നാവറക്കമാണ്. കരോണയുടെ ഫൈനലായിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു പൗരൻ്റെ അവസ്ഥ. ദുരിതാശ്വാസ ഫണ്ട് എന്ന് ചോദിക്കാൻ പറ്റത്തില്ല, ചോദിച്ച നാവറുത്തരുത്. പുതിയ വെള്ളരിക്കപ്പെട്ടതിൻ്റെ അവസ്ഥ. പഴയ അടിയന്തരാവസ്ഥ പോലും കണ്ട് നാണിക്കുകയാണ്. ഈ കാർട്ടൂൺ ഡയമെൻഷന് വിട പറയുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാർട്ടൂണിസ്റ്റ് ഹക്കു.